ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് വ്ളോഗ്. ഇന്നത്തെ വളരെ സിമ്പിളായിട്ടുള്ളൊരു വ്ളോഗാണ് ഗൈസ്. ഞാൻ ജസ്റ്റ് ഒന്ന് ബിയർഡ് ട്രിം ചെയ്യാൻ വേണ്ടി വന്നതാണ് നമ്മുടെ സ്റ്റൈലെക്സിൽ ഗോവൻ്റെ അടുത്ത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഞാൻ കഫിക്കാനേ പോകും, അങ്ങനെ എന്തെങ്കിലും ഡിന്നർ കഴിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ചെറിയ പരിപാടിയായിരിക്കും ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും വ്ളോഗ് എടുത്ത് തുടങ്ങാം, കൺസിസ്റ്റൻ്റ് ആവാം എന്നുള്ളൊരു എന്താ പറയുക, ഒരു ഹാബിറ്റ് ഫോർമേഷൻ ചെയ്യാൻ വേണ്ടിയുള്ളൊരു പരിപാടിയാണ്. സോ എനിവേസ് ഞാൻ എന്തായാലും ജസ്റ്റ് ആദ്യം ഒന്ന് ട്രിം ചെയ്തിട്ട് വരാം ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ കഫിക്കാനിലോട്ട് പോകാം. അങ്ങനെ ഗൈസ് നമ്മൾ വീണ്ടും കഫിക്കാനയിലെത്തിയിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരുമാതിരി വീട് പോലെ ആയി ഗൈസ്. വേറെ എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിക്കും, പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, മഴ, പാർക്കിംഗ് ഇല്ലായ്മ, തിരക്ക്, ഇതൊക്കെ ആലോചിക്കുമ്പോൾ നേരെ നമ്മുടെ കംഫർട്ട് സ്പേസ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് വരുന്നതാണ്. അതിപ്പോൾ എൻ്റെ എന്താ പറയുക, എൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഗൈസ്. അതാണ് പ്രശ്നം. ഈ സ്പോട്ട് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മിക്കപ്പോഴും ഞാൻ കഫിക്കാനെ വരുമ്പോൾ ഈ ഒരു അടുത്താണ് ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സ് ആയാലും അവരും എല്ലാവർക്കും ഇങ്ങനത്തെ ഓരോ സ്ഥലങ്ങളുണ്ട് സ്ഥിരം പോകുന്ന. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമായിരിക്കില്ല, ചിലപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഇതായിരിക്കും. നമ്മളൊരു സ്ഥലമായിട്ട് കംഫർട്ടബിളായി കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ പോകും, നമ്മൾ ഒരേ സ്ഥലത്തിരിക്കും. അപ്പം അങ്ങനത്തെ ഒക്കെ കുറേ പരിപാടികൾ വരും. ഈ സ്ഥലം കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരുമാതിരി എന്താ പറയുക, ഒരു വിമ്മിഷ്ടം പോലെയാണ്. അപ്പോൾ അങ്ങനത്തെയൊക്കെ കുറച്ച് നമ്മുടെ പ്രിവിലേജസ് ആലോചിക്കുമ്പോൾ നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ വരും, മനസ്സിലായില്ലേ? സോ വീണ്ടും ഇവിടെ വന്നിട്ടുണ്ട് ഗൈസ്. ബിയർഡൊക്കെ ഒന്ന് ട്രിം ചെയ്ത് സെറ്റായി, മനുഷ്യക്കോലം ആയി. അപ്പോൾ എന്തായാലും മെനു ഇങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മിക്കവാറും ഒരു എന്താ പറയുമല്ലോ, മറ്റേ ഒരു ഓംലെറ്റ് പറഞ്ഞാലോ എന്നല്ലേ, അതാകുമ്പോൾ പ്രോട്ടീൻ അല്ലേ. ചീസ് ബസ്റ്റ് ഓംലെറ്റ് പറയാം. കുറച്ച് ചീസിൻ്റെ ടേസ്റ്റും കാണും, വെറും മുട്ടയുടെ ടേസ്റ്റ് മാത്രം ആവില്ല. അതാണ് ഇപ്പോഴത്തെ എൻ്റെ മൈൻഡിലുള്ളൊരു പ്ലാൻ. അതും ഒരു സൂപ്പും പറഞ്ഞാലോ എന്ന് ആലോചിക്കുകയാണ്. ഇത് നോർമലി ഇവരുടെ ഓംലെറ്റ് എന്ന് പറയുന്നത് 3 മുട്ടയാണ്. ഞാനത് 2 മുട്ടയിൽ ഉണ്ടാക്കി തരാൻ പറ്റുമെന്ന് ചോദിക്കുക എന്നുള്ള ഇതിലിരിക്കുക. അതാകുമ്പോൾ കുറച്ച് സൈസ് അറിയാമല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് സൂപ്പ് ഓർഡർ ചെയ്യാം, ഇല്ലെങ്കിൽ പിന്നെ എനിക്കറിഞ്ഞൂടാ, കൺഫ്യൂസ്ഡാണ്. എന്തായാലും കഴിച്ച് ഞാൻ എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ട് വരാം. മെനു കുറേ പഠിച്ചതിന് ശേഷം ഞാൻ അവസാനം കഴിച്ച് ഒരു സ്ക്രാമ്പിൾഡ് എഗ്ഗ് പറഞ്ഞു. ഇവിടെ സ്ക്രാമ്പിൾഡ് എഗ്ഗ് മെനുവിലില്ല, ഓംലെറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവനെ ഇങ്ങനെ ചോദിച്ച് പതുക്കെ അത് സ്ക്രാമ്പിൾഡ് എഗ്ഗും, അതായത് സോർഡോ ബ്രെഡിൻ്റെ മുകളിൽ സ്ക്രാമ്പിൾഡ് എഗ് ആക്കി തരും അവർ. ബാക്കി പിന്നെ അവരുടെ യൂഷ്വൽ സാധനം. പിന്നെ ഒരു കിവി സ്മൂത്തിയും കൂടെ പറയാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം ഒത്തിരി ജങ്കും അല്ല. അപ്പോൾ എന്തായാലും ഫുഡ് വരട്ടെ ഗൈസ്, അത് കഴിഞ്ഞ് കാണാം. ഗൈസ് അവൻ പറയുന്നു, അല്ല വേണ്ട, എന്തിനാണ് നമ്മൾ ബെറ്റൊക്കെ വെച്ചിട്ട് വെറുതെ തോക്കുന്നത്? പറയാൻ പറ്റില്ല, അവന്മാരുടെ ടീമെല്ലാം മോശമാണ് ഗൈസ്. ഞാനിപ്പോൾ ഒരു മെസ്സി ഫാനിനെ കണ്ടു. അതായത് ഭയങ്കരമായിട്ട് ഇന്ന് ബാലൻഡോർ മറ്റേ കുറേ കിട്ടിയതിൻ്റെ അഹങ്കാരം. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഗൈസ്, റൊണാൾഡോയും മെസ്സിയും രണ്ടുപേരും ഈക്വലി കിടിലുമാണ്. അതിപ്പോൾ ഒരാൾ കിടിലും എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റൂല. ബസ് അവർക്ക് തന്നെ ഇല്ലാത്ത ഒരു എന്താ പറയുമല്ലോ പ്രശ്നങ്ങളാണ് നമ്മൾ ഈ ഫാൻസും അത് ഇല്ലാതിരിക്കുന്നതാണ് ഗൈസ് നല്ലത്. ബിക്കോസ് നമ്മളിവിടെ കിടന്ന് അടി കൂടിയിട്ടൊന്നും ഒരു കാര്യമില്ല. മെസ്സി റൊണാൾഡോയും ഗോളും അടിക്കും, കാശും ഉണ്ടാക്കും, പേരും ഉണ്ടാക്കും. സോ വൈ ഫൈറ്റ്. അപ്പോൾ ഗൈസ് ഞാൻ എന്താ കിവി പറഞ്ഞു, കിവി സ്മൂത്തി. ഇത് ആദ്യമായിട്ടാണ് ഞാൻ കുടിക്കുന്നത്, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. കിവി ഇങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കുന്നു, ഫോട്ടോ എടുക്കാം. അപ്പോൾ എന്തായാലും ഇവരെന്തോ ക്രോസോണ്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഒരു പ്രോൺസിൻ്റെ ഒരു ക്രോസോണ്ട് അവൻ ടെസ്റ്റിങ്ങിന് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടെ ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. അപ്പോൾ ഷെഫിൻ്റെ പറഞ്ഞിട്ടുണ്ടോ ഉണ്ടാകുന്നത്. സോ ഞാനാദ്യം ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് കുടിച്ച് നോക്കട്ടെ ഇതെങ്ങനെ ഉണ്ടെന്നുള്ളത്. ഗൈസ് നമ്മൾ ഈ കിവി സ്മൂത്തി ഒന്ന് കുടിച്ചോട്ടെ. കൊള്ളാം. കിവി അധികം ഞാൻ കഴിക്കാറില്ല, പക്ഷേ ഇത് നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റുണ്ട്. ഇവിടെ ഈ സ്മൂത്തിയിൽ പഞ്ചാര ഇടും. എന്തോ ഈ മധുരം പാലിനെയാണ്, ഐസ്ക്രീമാണ്. ഹെൽത്തി സ്മൂത്തി ഉണ്ടാക്കേണ്ട സമയമായി. ഹെൽത്തി ആകുമ്പോൾ എന്താ ഐസ്ക്രീം കുറച്ചിടും, യോഗട്ട് ഇടും. ഷിറ്റ് മറന്നുപോയി പറയാൻ ഗൈസ്. അപ്പോൾ ഈ ഇതിപ്പോൾ ഐസ്ക്രീമാണ്, നല്ല നല്ല ടേസ്റ്റ്, ഒടുക്കത്തെ ടേസ്റ്റ്. കിവി സ്മൂത്തി ആണെന്നൊന്നും പറയൂല. കിവീര എന്തോന്നാ, ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഹെൽത്തി ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷേ ഇവിടെ വേറൊരു ഓപ്ഷനുണ്ട്. ഈ ഐസ്ക്രീമിന് വരെ യോഗട്ട് ഇട്ട് ഹെൽത്തി ആക്കാൻ പറ്റും. അത് ഞാൻ മറന്നുപോയി. ലാസ്റ്റ് അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരുമാതിരി എന്താ പറയുമല്ലോ, തൈര് കുടിക്കുന്നതിലേക്കും. ലാസ്റ്റ് ടൈം ഞാൻ വന്ന് ഇവിടെ ബനാന സ്മൂത്തി അങ്ങനെയാണ് കുടിച്ചത്. അത് വലിയ ഗുണമില്ലായിരുന്നു. ബിക്കോസ് നമ്മൾ ഈ ടേസ്റ്റ് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ ഗൈസ് ഹെൽത്തി സാധനം കുറച്ച് പിടിക്കാൻ ഭയങ്കര പാടാണ്. പക്ഷേ ഇത് കൊള്ളാം, വല്ലപ്പോഴും അല്ലേ. കുറേ നാൾക്ക് ശേഷമാണ് തണുത്ത എന്തെങ്കിലും കുടിക്കുന്നത്. തൊണ്ടവേദനയൊക്കെ മാറിയപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അഹങ്കാരം കാണിക്കുന്നതാണ്. കുളമാവാതിരുന്നാൽ മതിയായിരുന്നു. ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ, കിവി ഒട്ടിച്ച് വെച്ചേക്കുന്നത് നല്ല രസമുണ്ട്. മുതലാളിയുടെ ഓരോ കാര്യങ്ങൾ. ബ്രസീൽ വേഴ്സസ് ബ്രസീൽ ജപ്പാനാ? ഓ നോ, നോക്കൗട്ടല്ലേ ഇത്? 20 ഞാൻ വരട്ടെ. അപ്പോൾ ഗൈസ് ബ്രസീൽ വേഴ്സസ് ജപ്പാനെ എവിടെ നിന്ന് കാണും. ബ്രസീൽ തോക്കോ ജയിക്കുമോ എന്നുള്ളത് അന്നറിയാം. എന്തായാലും ഇവിടെ എനിക്ക് കമ്പനിയാണ്, എൻ്റെ ഫേവറേറ്റ് ടീം തോക്കോ ഇല്ല എന്നുള്ളത് കാണാനായിട്ട്. ജപ്പാൻ കിടിലൻ കളിയാണ്. അല്ല, ജപ്പാൻ കിടിലൻ ഫോമില്ല, ഒരു പിടിയുമില്ല അവന്മാർ എന്താണ് ചെയ്യണേന്നുള്ളത് മനസ്സിലാവില്ല. അപ്പോൾ ഗൈസ് ഇന്നത്തെ രാത്രിത്തെ കളി കാണാൻ വേണ്ടിയാണ് ഞാൻ വെയിറ്റിംഗ്. ഹാലൻഡ് വേഴ്സസ് എംബാപ്പെ, ഭാവിയിലെ മെസ്സി വേഴ്സസ് ഭാവിയിലെ റൊണാൾഡോ എന്നാണ് എല്ലാവരും പറയുന്നത്. പോർച്ചുഗലിൻ്റെ കളിയുണ്ട്, തോക്കുന്നതായിരിക്കും.
28 പോർച്ചുഗൽ ജയിക്കും. ഞാൻ തോക്കൂന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഗൈസ്. ഞാൻ മെസ്സി പ്രാന്തനാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, രണ്ടുപേരും ലെജൻസാണ്. ഞാൻ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ വെക്കാറേ ഇല്ല. രണ്ടുപേരും അവർ കാണിക്കാനുള്ളതെല്ലാം കാണിച്ചിട്ടുണ്ട്. മെസ്സി ഫോമിലാണ്, അവൻ ഇതോടെ നിർത്തും. കൊച്ചു പയ്യന്മാരുമായിട്ട് കളിച്ചോട്ടെ എന്ന് വിചാരിക്കും. അപ്പം പിന്നെ റൊണാൾഡോ പിന്നെ നീ എന്താണ് വിചാരിച്ചേക്കുന്നത്? ഇന്നലെ പൊടിച്ച് വന്നതെന്നാണ് വിചാരിച്ചേക്കുന്നത്. എടാ റൊണാൾഡോ ഈസ് എ ഗോഡ്. അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള സത്യം അവിടെ അതാ പറഞ്ഞ് അവിടെ അടുക്കളയിൽ നിന്ന് വന്ന് വീണ് കഴിച്ചു പറഞ്ഞത് അതേപോലെ അക്ഷരം പ്രതി. ഗൈസ് വേറെ കേസ് ഞാൻ പറഞ്ഞു, ഇത്രയും പാഷനേറ്റ് ആയിട്ട് ഫുട്ബോൾ കളിക്കുന്ന ഒരുത്തൻ ഈ വേൾഡ് ഫുട്ബോളിലില്ല. മെസ്സി ഓക്കെ സമ്മതിച്ച് നല്ലപോലെ കളിക്കും, പക്ഷേ റൊണാൾഡോ ഒരു ആ ഇൻറ്റൻസിറ്റി ഉണ്ടല്ലോ, അതിപ്പം കോഹ്ലി എല്ലാവരും കണക്ക് തന്നെ. ക്രിക്കറ്റിലെ കോഹ്ലിയാണ് ഫുട്ബോളിലെ റൊണാൾഡോ എന്നാണ് ഞാൻ കാണുന്നത്. ടാലൻ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒടുക്കത്തെ ടാലൻ്റാണ്. പക്ഷേ ഞാൻ പറഞ്ഞേ ഗൈസ്, ആറ്റിറ്റ്യൂഡ് കുറച്ച് ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ടാണ് ആൾക്കാർക്ക് മെസ്സി ഇഷ്ടം. പക്ഷേ ഞാൻ പറഞ്ഞേ ടാലൻറ്റിൻ്റെ കേസിൽ രണ്ടുപേരും ഞാൻ പറയുന്നത് ഈക്വലാണ്. അവർക്കില്ലാത്ത കോമ്പറ്റീഷനാണ് അവന്. അവിടെ പോടാ, മെസ്സിക്ക് എന്നെ അറിയാമോ അവൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരൊറ്റ ഒരാളെ ഈ ലോക ഫുട്ബോളിലുള്ളൂ. അത് ആരാണെന്ന് നീ തന്നെ പറയുക. അതാണ് ഞാൻ പറഞ്ഞത്, ആർക്കും മെസ്സി ഫാൻസിന് സമ്മതിച്ചെടുക്കാൻ പറ്റില്ല റൊണാൾഡോ ഒരു സ്കിൽ ലെവൽ. പക്ഷേ റൊണാൾഡോ ഫാൻസിന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. മെസ്സിയും ഓക്കെ. എനിക്ക് നെയ്മറിനെ ഇഷ്ടമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് നെയ്മറിനെ ഇഷ്ടമാണ്. ഈ മൂന്നുപേരെയും ഭയങ്കര ഇഷ്ടമാണ്. നെയ്മർ OP സ്കില്ലാണ് അവൻ്റെ. ഇപ്പം എല്ലാവരും വയസ്സാടേ, എന്നിട്ടും ഇത്രയും കളിക്കുന്നില്ലേ? ഇപ്പോഴും ഇത്രയും കളിക്കുന്നില്ലേ? ഈ 41 വയസ്സിൽ മെസ്സിയൊന്നും വീടിൻ്റെ വെളിയിൽ ഇറങ്ങൂല, മനസ്സിലായില്ലേ? ആ ഫിറ്റ്നസ് ലെവലാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഫിറ്റ്നസ് ലെവൽ റൊണാൾഡോ അത്രയ്ക്ക് ആർക്കും ഇല്ല. അപ്പോൾ എന്തായാലും കഴിച്ച് നമ്മൾ റൊണാൾഡോ മെസ്സി അടി നടക്കട്ടെ. ബൈ. അങ്ങനെ കഴിച്ചതാണ് എൻ്റെ ഡിന്നർ. എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്ത് ബ്രെഡിൽ വെച്ചത്, സോസേജ്, ചിക്കൻ ഹാം, ഹാഷ് ബ്രൗൺ, ഇതൊക്കെ ഞാൻ കുറച്ചേ കഴിക്കുള്ളൂ. പിന്നെ ഇവരുടെ ബ്രെഡൊക്കെ നല്ലതാണ് ഗൈസ്, എനിക്കിഷ്ടമാണ്. ഞാൻ ഇതൊന്ന് ക്രോസോണ്ടൊക്കെ സെറ്റാക്കുന്നുണ്ട് ഇവിടെ ഉടനെ. എന്തായാലും നോക്കാം, ടേസ്റ്റ് ചെയ്തിട്ട് കൊള്ളാമെന്ന് ഞാൻ പറയാം ഗൈസ്. റിയൽ ഒപ്പീനിയൻ. എനിവേസ് ഇത് ഞാൻ സ്ഥിരം വന്ന് കഴിക്കുന്നതാണ് ഇടയ്ക്കിടയ്ക്ക്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം ഗൈസ്. കഫിക്കാനയിൽ ആർക്കും കിട്ടാത്ത ഭാഗ്യം എനിക്ക് കിട്ടിയിരിക്കുകയാണ്. ഇത് കാലിക്കറ്റിൽ ഓൾറെഡി ലോഞ്ച് ആയതാണ്. പക്ഷേ കൊച്ചിയിൽ ഇത് അവർ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇവിടുത്തെ ക്രോസോണ്ടിൻ്റെ ക്വാളിറ്റി, ഇതൊന്ന് പ്രോൺസിൻ്റെ ക്രോസോൺ സാൻഡ്വിച്ചാണ് ഗൈസ്. ഞാനിതെല്ലാം കൂടെ എങ്ങനെ തിന്നുമെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ എന്തായാലും പാതി ഞാൻ കഴിക്കും, പാതി അവൻ കഴിക്കും. നീ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് പ്രോൺസിൻ്റെ? ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്യാനുള്ള പ്ലാനിലാണ്. പ്രൈസ് ഉണ്ട് ഓൾറെഡി, മറ്റേ തിന്നാനുള്ള. ഇതാണ് പ്രോൺസ് പ്രശാന്ത്. ഓ മൈ ഗാഡ്, ഇതിനകത്തെന്തോ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഗൈസ്. കൊള്ളാം. പ്രോൺസിൻ്റെ ഫില്ലിംഗ് ആണ് ഗൈസ്, നല്ല ടേസ്റ്റ്. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ചെറിയൊരു സ്പൈസ് ഉണ്ട്. പിന്നെ ടൊമാറ്റോ, ഞാൻ മോസ്റ്റ്ലി ഇത് ഇവിടെ വരികയാണെങ്കിൽ ഞാൻ പറയും ടൊമാറ്റോ വെക്കണ്ടെന്ന്. അല്ല അതിൽ ക്രോസോണ്ടിൽ എനിക്ക് ബർഗറിലും സാൻഡ്വിച്ചിലും ടൊമാറ്റോ വയ്ക്കുന്നത് ഇഷ്ടമല്ലേ. ലെറ്റൂസൊന്നും കുഴപ്പമില്ല. പിക്കിൾസ് വെച്ചാലും നൈസായിരിക്കും. ആലപ്പീനോയ അങ്ങനെ എന്തെങ്കിലും. പക്ഷെ നല്ല ടേസ്റ്റ് ചേട്ടാ, കൊള്ളാം. നല്ല ക്രോസോണ്ട്, നല്ല ബട്ടറിൻ്റെ ടേസ്റ്റ്. ഒരു കാര്യമില്ല, എല്ലാം കുളമാവും കത്തി വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ. ഈ സാധനം ആ കൂടെ ഉള്ള കുഴപ്പമില്ല, കത്തിയൊന്നും വെച്ച് തിന്നാൻ പറ്റില്ല. എല്ലാം പൊടിഞ്ഞു അതിനെ വെച്ച് കൈ വെച്ച് തിന്നു കഴിഞ്ഞാൽ പിന്നെയും എഗ് പപ്സ് തിന്നണ പോലെയാണ് ഈ സാധനം. ഇത് എഗ് പപ്സ് പോലെയാണ്, എന്തായാലും മെസ്സിയാവും. മുതലാളി കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാറ്. നീയും പറഞ്ഞോ, ഞാൻ കഴിച്ചല്ലോ, എനിക്കറിയാമല്ലോ പറയുന്നത് സത്യമാണോ അല്ലേ എന്നുള്ളത്. അതൊക്കെ അതുകൊണ്ട് കള്ളം പറയാൻ പറ്റില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പറയില്ല, അവിടെ തക്കാളി ഞാൻ മാറ്റും. എനിക്ക് കുറച്ച് സ്പൈസി ആയാലും കുഴപ്പമില്ല. അതിൻ്റെ ഇടയിൽ ഈ മധുരമുള്ള സാധനം വരുന്നത് ഇഷ്ടമല്ല. ഓൾറെഡി ക്രോസോണ്ട് മധുരമാണല്ലോ, കുറച്ചിത്തിരി ആ ബട്ടറിൻ്റെയൊക്കെ ടേസ്റ്റിലുള്ള ബ്രെഡാണല്ലോ. ബേസിക്കലി ഞാൻ കുറച്ചൊന്ന് ഈ സ്പൈസി ആക്കും, ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ക്രീമി ആയാലും കുഴപ്പമില്ല. ഈ മധുരം ഇടയിൽ വരുമ്പോൾ ഉണ്ടല്ലോ, ഈ തക്കാളി, ഈവൻ ബർഗറിൽ നമ്മൾ തക്കാളി വയ്ക്കുമ്പോഴും ആ മീറ്റിൻ്റെ ടേസ്റ്റ് അങ്ങ് പോകും അതിൻ്റെ ഇടയിൽ ആ മധുരം വരുമ്പോൾ. ഇതെൻ്റെ പേഴ്സണൽ പരിപാടിയാണ് ഗൈസ്. മിക്കവർക്കും തക്കാളി ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. ചിലപ്പോൾ ഇത് ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. എനിക്ക് തക്കാളി ഇഷ്ടമാണ്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? പരീക്ഷണമല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് സാധനം ഫില്ലിങ് കൊള്ളാം. കുറച്ചുകൂടെ വലിയ പ്രോൺസ് നോക്കും, വലുതായിട്ട് തന്നെ ഇരിക്കട്ടും. നമ്മൾ ആ ബൈറ്റ് കിട്ടും. ചെറുതാക്കി അറിയൂല. ഇവിടെ കാലിക്കറ്റിൻ്റെ ഔട്ട്ലെറ്റിലുണ്ട് ഈ ക്രോസോണ്ടൊക്കെ. ഇവിടെ ഇനിയും വരേണ്ടിയിരിക്കുന്നു. ബേടാ അവൻ പോകുന്നത്. ടാറ്റാ. അപ്പോൾ ശരി ഗൈസ്. ഉണ്ടാണ്. വിവ ബ്രസീൽ.
ഗൈസ് ഞാൻ ബ്രസീലാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ബ്രസീൽ അങ്ങനെ ഭയങ്കര ഫോമിലാണെന്നൊന്നും ഞാൻ പറയില്ല. ബട്ട് ദ തിങ് ഈസ് ദേ ആർ ആക്ച്വലി അത്യാവശ്യം നല്ല കളിക്കുന്നുണ്ട്. ബട്ട് ദ തിങ് ഈസ് ഈ ഒരു വേൾഡ് കപ്പ് എന്ന് പറയുന്ന പരിപാടി ആർക്കും എന്തും എപ്പോഴും എന്തുകൊണ്ടോ സംഭവിക്കുക എന്നുള്ളൊരു സംഭവം. അതുകൊണ്ട് ആരെയും കുറച്ചും കാണിക്കുന്നില്ല, ആരെയും കൂട്ടിയും കാണിക്കുന്നില്ല. എൻ്റെ ഒരു ഇതിൽ ബ്രസീൽ ഫസ്റ്റ്, സെക്കൻഡ് ബ്രസീൽ ഇപ്പോൾ പോയാൽ പോർച്ചുഗലും പോയാൽ അർജൻറ്റീന എന്നുള്ള സെറ്റപ്പാണ്. ഈ 3 ടീമിൽ ഏതെങ്കിലും ഒരാൾ ജയിച്ചാൽ മതി. ഇതിൽ ആര് ജയിച്ചാലും എനിക്ക് പ്രശ്നമില്ല. അപ്പോൾ എന്തായാലും ഗൈസ് ബ്രസീൽ ജയിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത്. ബ്രസീൽ പോയാൽ പോർച്ചുഗൽ പോയാൽ അർജൻറ്റീന, ഇങ്ങനത്തെ രീതിയിൽ പോകുന്നതാണ് നല്ലത്. വേറെ ആരും ജയിക്കണ്ട. എൻ്റെ ഇതിൽ ഫ്രാൻസ് ഒന്നും ഒരിക്കലും ജയിക്കില്ല. ഫ്രാൻസും ജർമ്മനിയും ജയിക്കില്ലെന്നുള്ളൊരൊറ്റ പ്രാർത്ഥനയിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഗൈസ് ഇവിടെ നിന്ന് പോവാം. ഇവിടെ എല്ലാവരും പോയി, അവനും പോയി. അപ്പോൾ ഇനി ഇപ്പോൾ എന്തായാലും നേരെ വീട്ടിൽ പോയിട്ട് അവിടെയാണ് കളി കാണാം. സീ യു ഗൈസ്. നല്ല സീൻ മഴ ഗൈസ്. ജസ്റ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോകണം ഗൈസ്. എന്നിട്ട് ഇരുന്ന് കാണണം കളി. ഫ്രാൻസ് വേഴ്സസ് നോർവേ. എംബപ്പെ ഓർ ഹാലൻഡ് എന്നുള്ളത് എന്നറിയാം. ഞാൻ എന്തായാലും എംബപ്പയാണ് പ്രിഫർ ചെയ്യുന്നത്. എൻ്റെ ഒരു ഇതിൽ ഫ്രാൻസ് ജയിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു എന്താ പറയുക ഒരു മൈൻഡിൽ പറയുന്നത്. എൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് ഗൈസ് ഫ്രാൻസ് ജയിക്കാനാണ് ചാൻസ്. എന്തായാലും നോക്കാം. വീട്ടിൽ ചെന്നിട്ട് ഇരുന്ന് കളി കാണാം ഗൈസ്. അപ്പോൾ എന്തായാലും നേരെ വീട്ടിലോട്ട് പോകാം. കുറച്ച് മഴയുടെ ഫുട്ടേജസ് കിട്ടുമെന്ന് നോക്കട്ടെ. ബൈ. മാച്ച് തുടങ്ങി. വിചാരിച്ച പോലെ ഹാലൻഡ് വേഴ്സസ് എംബപ്പെ നടക്കില്ല. ബിക്കോസ് ഹാലൻഡ് ലൈനപ്പിൽ പോലും ഇല്ല. അപ്പോൾ എനിവേസ് ഫ്രാൻസ് ഒരു ഗോളും അടിച്ചു. അപ്പോൾ എന്തായാലും അവർ വൈറ്റ് വാഷ് ചെയ്യാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. നോർവേ കുറച്ചുകൂടെ നല്ലപോലെ കളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ ഹാലൻഡിൻ്റെ പുറത്തല്ല അവർ ഡിപ്പെൻഡൻ്റ് ആണെന്നുള്ളൊരിത് കാണിക്കുകയെങ്കിലും ചെയ്യായിരുന്നു. കണ്ടിട്ട് ഫ്രാൻസ് ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു ലുക്കാണ് ഗൈസ്. അപ്പോൾ ശരി ഗൈസ്, ഞാൻ ഇത് കണ്ടിട്ട് കിടന്ന് ഉറങ്ങാമെന്നുള്ള പ്ലാനാണ്. അപ്പോൾ അടുത്ത മാച്ചിൻ്റെ ഇതിൽ ഞാൻ വീണ്ടും വരുന്നത്. ഇത് അടുത്ത ഗോളാണെന്ന് തോന്നുന്നു. ജസ്റ്റ് കേട്ടാ, ജസ്റ്റ് സെക്കൻഡ് ഗോള്. നമ്മളല്ലേ ഒരുമാതിരി കൊച്ചു പിള്ളേർക്ക് കളിക്കുന്ന പോലെയാണ് കളിക്കുന്നത് നോർവേയിൽ. ശരി ഗൈസ്, ഞാൻ ഇത് കണ്ടിട്ട് കിടന്ന് ഉറങ്ങാൻ പോകും. ഫ്രാൻസ് എന്തായാലും ജയിക്കും. എന്തായാലും ഒരു ത്രെട്ടാണ് അർജൻറ്റീനയ്ക്കും ബ്രസീലിനും പോർച്ചുഗലിനും ഒക്കെ. അതുകൊണ്ട് ഫ്രാൻസിനെ എത്രയും പെട്ടെന്ന് നോക്കൗട്ട് ചെയ്യുന്നിടത്ത് കളഞ്ഞു കഴിഞ്ഞാൽ, ഫ്രാൻസിനെയും ജർമ്മനി ഈ 2 ടീമിനെയും നോക്കൗട്ടിൽ തന്നെ കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി നമ്മളുടെ ഫേവറേറ്റ് ടീമുകൾക്കൊക്കെ ഒരു ചാൻസ് ഉണ്ട്. എനിവേസ് സീ യു ഗൈസ്. നാളെ കാണാം. നാളെ അല്ല, അടുത്ത വ്ളോഗിൽ കാണാം ഗൈസ്. ടേക്ക് കെയർ. ബൈ.